അരുൺ, അതിനകത്തൊരു വ്യത്യാസമുള്ളത് നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് 35 സീറ്റുണ്ടെങ്കിൽ BJP അധികാരത്തിൽ വരുമെന്നാണ്. ഇവിടെ രാജു ചന്ദ്രശേഖർ നമ്മുടെ സാരംഗിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് 55 മുകളിൽ സീറ്റുകൾ ഒരു മുന്നണിക്ക് ലഭിക്കില്ല. 55 + 55 ആണെങ്കിൽ പോലും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാവുന്ന ഒരു സീറ്റുണ്ട്. അതൊരു പക്ഷേ അത്രത്തോളം 30 സീറ്റിലേക്കൊന്നും BJP എത്തില്ല എങ്കിൽ പോലും, പക്ഷേ ഒരു മെജോറിറ്റി കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ രണ്ട് മുന്നണികൾക്കും BJP 4-5 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭിച്ചാൽ ഉള്ള ഒരു കണക്കാണ് രാജീവ് പറയുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും പുതിയ അസംഷൻ അനുസരിച്ച്, അതായത് കണക്കുകൂട്ടലൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ എങ്കിലും ഒരു പുതിയ കണക്കുകൂട്ടലനുസരിച്ച് ഒരു 5 മുകളിൽ സീറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ടോ? അവർക്കിപ്പോൾ നമുക്കറിയാം കഴക്കൂട്ടത്ത്, നേമത്ത്, വട്ടിയൂർക്കാവിൽ, ഒപ്പം മഞ്ചേശ്വരത്ത്, പാലക്കാട്ടൊക്കെ അവർ വിജയം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 5-6 സീറ്റുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡിസിസീവ് ഫാക്ടറായി ഒരുപക്ഷെ തങ്ങൾ മാറിയേക്കാം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നേരത്തെ സുരേന്ദ്രന്റെ അന്തം വിട്ട ആ ഒരു 35ലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണല്ലോ പ്രത്യേകത. തീർച്ചയായിട്ടും BJPക്ക് ആ പ്രതീക്ഷ, രഞ്ജിത്ത് പറഞ്ഞ അപ്പുറത്തേക്ക് ചാത്തന്നൂർ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു സീറ്റാണ്. ഗുരുവായൂരൊക്കെ ഏത് തരത്തിൽ ഈ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ വർഗീയ പരാമർശങ്ങൾ വർക്കൗട്ടായെന്ന കാര്യത്തിൽ ചില ഒരുപക്ഷെ BJPക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഹരിപ്പാടൊക്കെ വലിയ പോരാട്ടം നടന്നുവെന്ന് BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. അങ്ങനെ ഒരുപക്ഷെ ഈ 5 എന്നുള്ളത് BJPക്ക് ചില സർവേകളെങ്കിലും പ്രവചിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ BJP ആ 5 സീറ്റ് വരെ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അവിടെ പക്ഷേ രഞ്ജിത്ത് പറഞ്ഞ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത്. കാരണം ഈ LDF UDF തുല്യതയിൽ വരികയോ അല്ലെങ്കിൽ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകാതെ പോവുകയോ അവിടെ BJP നിർണായക ശക്തിയെ മാറുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ BJPയുടെ 5 സീറ്റോ അല്ലെങ്കിൽ ആ സീറ്റിൻ്റെ പിൻബലത്തിൽ രണ്ട് മുന്നണികളും ഭരിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും സ്വതന്ത്രരെ സ്വതന്ത്രരെ പിന്തുണ തേടേണ്ടി വരും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാറ്റങ്ങൾ വീണ്ടും ഉണ്ടാകാം. കേരള കോൺഗ്രസ് എം ഒക്കെ ഒരുപക്ഷെ അവിടെ വളരെ നിർണായകമായി മാറാം. അപ്പോഴും BJPയുടെ പിന്തുണ എന്നുള്ള BJP ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗികമെന്ന സംശയമുണ്ട്. അവിടെ ഈ കേരള കോൺഗ്രസ് എമ്മുകൾ, രണ്ട് മുന്നിൽ നിൽക്കുന്ന എമ്മുകളുടെ വില ആ സമയത്ത് വർദ്ധിക്കാം. അവർ എത്ര സീറ്റ് പിടിച്ചാലും വില കൂടാം. RSP ഉള്ള പാർട്ടികളുണ്ട്, RJD പോലുള്ള പാർട്ടികളുണ്ട്. ഇങ്ങനെ ഇടതുമുന്നേ പിണങ്ങി നിൽക്കുന്ന കോൺഗ്രസിൽ അത്ര താല്പര്യമില്ലാതെ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഇപ്പുറം ചാടാൻ തയ്യാറായെടുക്കുന്ന പാർട്ടികൾ, അങ്ങനെയുള്ള പാർട്ടികളുടെയും ഒരു ഒറ്റ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടികളുടെയും ഒക്കെ വില അപ്പോൾ ഏറാം. ഒരുപക്ഷെ ഒരു കേരളം മുമ്പ് കണ്ട തരത്തിലുള്ള ഒരു കുതിര കച്ചവടത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യം മാറിയേക്കാം. അവിടെയും BJPക്ക് എത്രത്തോളം റോൾ വഹിക്കാൻ കഴിയുമെന്ന സംശയമുണ്ട്. കാരണം സംസ്ഥാനത്തെ UDF ഒരു കാരണവശാലും BJPയുമായി ചേർന്ന് ഒരു ഭരണം പങ്കിടാൻ ആഗ്രഹിക്കില്ല, അവർ താല്പര്യപ്പെടില്ല. LDFും ഒരു കാരണവശാലും BJPയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ഭരണ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് രാജു ചന്ദ്രശേഖർ പറഞ്ഞ നിർണായക ശക്തിയായി BJP മാറുന്ന കാര്യം സംശയമുണ്ട്. പക്ഷേ BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ കുറച്ച് കാണാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഒരു നമ്പർ ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല. അവിടെയും സാധ്യതകൾ BJPക്കുണ്ട്. അതിനും അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ BJP പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. അതിൻ്റെ വോളിയം കൂടുമെന്ന് ഉറപ്പാണ്. അവരുടെ വോട്ടിംഗ് ശതമാനം കുതിച്ചുയരുമെന്നും ഉറപ്പാണ്. ആ രീതിയിലുള്ള പ്രചരണം BJP നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ഒരു വളർച്ചയും BJPക്ക് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. തീർച്ചയായും 25 ദിവസം ഉണ്ടായിരുന്നു ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് എത്താൻ. അത്രയും സമയം നമുക്ക് പല ഗസ്സുകൾ സ്വാഭാവികമാണ്. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ നമുക്ക് പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കാം. അതിൽ ചിലപ്പോൾ BJPക്ക് 10 സീറ്റ് ലഭിക്കാമെന്ന് പറയാം, BJPക്ക് സീറ്റൊന്നും കിട്ടിയില്ല എന്ന് പറയാം, LDFന് ഭരണ തുടർച്ച എന്ന് പറയാം, UDF 100 സീറ്റിന് മുകളിൽ പോകുമെന്ന് പറയാം. അതൊക്കെ കണക്കുകൂട്ടലുകളാണ്. പക്ഷേ ആത്യന്തികമായ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. അതുവരെ നമ്മുടെ അനുമാനങ്ങൾ മാത്രം. ആ തരത്തിലായിരിക്കും ചർച്ചകളും ഉള്ളത്. പ്രേക്ഷകരും, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അത്തരത്തിലുള്ള പ്രതീക്ഷകളിലും മറ്റുമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളുണ്ട്. അവർക്കുമുണ്ട് പല പ്രതീക്ഷകളും പല കണക്കുകൂട്ടലുകളും മറ്റും. ഏതായാലും കാത്തിരിക്കാം നമുക്ക് റിസൾട്ടിനായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.